കഥയെ ആരംഭിക്കുന്നത് ലിയു ചുൻഹെ എന്ന 20 വയസ്സുകാരനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ചുൻഹെ ഒരു സാധാരണ യുവാവായിരുന്നില്ല. ന്യൂറോ രോഗമായ സെറിബ്രൽ പാലസി ബാധിച്ച ഒരു പയ്യനായിരുന്നു. കവിതകൾ എഴുതാനൊക്കെ താല്പര്യമുള്ള ചുൻഹെ അന്ന് തന്റെ റൂഫ് ടോപ്പിലിരുന്ന് ഒരു കവിത എഴുതുകയാണ്. ആ സമയമായിരുന്നു അങ്ങോട്ടേക്ക് അവന്റെ മുത്തശ്ശി സോക്യുൻ വന്നെത്തുന്നത്. സോക്യുൻ കുറച്ചു നാളുകളായി ഒരു ഓൾഡേജ് ഹോമിലായിരുന്നു. അവിടെ നിന്നും ചുൻഹെയുടെ അമ്മ പ്രത്യേകം ക്ഷണിച്ചിട്ടെത്തിയതാണ് അവർ. അതിനു പിന്നിൽ ഒരു കാരണവുമുണ്ട്. ചുൻഹെയെ നോക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. മറ്റൊരു പ്രധാന കാര്യം ചുൻഹെയുടെ അമ്മ പ്രഗ്നന്റ് ആണ് എന്നതുമാണ്. ചുൻഹെയ്ക്ക് ആ വിവരം അറിവുണ്ടായിരുന്നില്ല. മുത്തശ്ശിക്ക് ചുൻഹെയെ വലിയ കാര്യമാണ്. വന്നപാടെ താൻ മേടിച്ച ഡ്രസ്സുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചുൻഹെയോട് അവർ ഒരുപാട് സംസാരിച്ചു. ചുൻഹെയെ ആകട്ടെ മുത്തശ്ശിയെടുത്ത് ഓരോ സ്കാർഫും മടക്കി വെക്കുന്നുണ്ടായിരുന്നു. ആ സമയമാണ് ഒരു ഫോൺ കോൾ വന്നത്. ചുൻഹെ ട്രെയിനിങ് സെന്ററിൽ തന്റെ റെസ്യൂം അയച്ചിരുന്നു. അവിടെ നിന്നും ഒരു സാമ്പിൾ ട്രെയിനിങ് ക്ലാസ്സിന് വേണ്ടി ലെക്ചറിന് വേണ്ടിയുള്ള വിളിയായിരുന്നു അത് അറ്റൻഡ് ചെയ്യാൻ താൻ വരുന്നുണ്ട് എന്ന് ചുൻഹെ പറഞ്ഞതോടെ മുത്തശ്ശി അക്കാര്യം ഫോൺ വിളിച്ചവരെ അറിയിച്ചു. അന്ന് ചുൻഹെയുടെ ബർത്ത്ഡേ ആയിരുന്നു. മുത്തശ്ശി ചുൻഹെയും കൂട്ടിക്കൊണ്ട് അടുത്തുള്ളൊരു റെസ്റ്റോറന്റിൽ പോയി. അവിടെ മുത്തശ്ശിയുടെ കൊയർ ഗ്രൂപ്പിലെ മെമ്പേഴ്സും ഉണ്ടായിരുന്നു. അവരും ഒന്നിച്ച് ചുൻഹെയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിരുന്നു മുത്തശ്ശി തീരുമാനിച്ചിരുന്നത്. ചുൻഹെയെ കണ്ട് അവരൊക്കെ ആദ്യം ഒരു വല്ലായ്മയോടെ നോക്കുന്നുണ്ട്. സെറിബ്രൽ പാലസി ബാധിച്ച പയ്യനാണല്ലോ. ചുൻഹെയുടെ നടത്തവും പെരുമാറ്റവുമൊക്കെ അത്രമേൽ വയ്യാത്ത രീതിയിലായിരുന്നു. എന്തിനേറെ പറയുന്നു, കേക്കിലെ മെഴുകുതിരി ഊതിക്കെടുത്താൻ പോലും ചുൻഹെ കഷ്ടപ്പെട്ടിരുന്നു. മുത്തശ്ശിക്ക് കൊയർ ഗ്രൂപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ വലിയൊരു ഓഡിയൻസിന് മുമ്പിൽ പെർഫോം ചെയ്യണം എന്നതാണ് മുത്തശ്ശിയുടെ ആഗ്രഹം. മുത്തശ്ശി തന്നെയായിരുന്നു കൊയർ ഗ്രൂപ്പിന്റെ പ്രധാന സംഘാടകയും. സെറിബ്രൽ പാലസി ബാധിച്ചവർക്ക് ഒരു പ്രധാന പ്രശ്നമുണ്ട്. ഭക്ഷണം പതിയെ കഴിച്ചില്ലെങ്കിൽ അവരുടെ തൊണ്ടയിൽ കുടുങ്ങും. വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ശ്വാസം മുട്ടുന്ന ഒരു സംഭവമാണ് അത്. ചുൻഹെയ്ക്കും അന്നും ഭക്ഷണം കഴിച്ചപ്പോ അതുപോലെ ശ്വാസം മുട്ടലുണ്ടായി. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി. മുത്തശ്ശിയായിരുന്നു അവനെ സഹായിച്ചത്. മാത്രമല്ല അവർക്കൊപ്പം ചേർന്ന് ചുൻഹയെ കുറച്ച് മദ്യപിച്ചിരുന്നു. അതുകൊണ്ട് അവൻ അവശതയിലായി. ആ വിവരം ചുൻഹയുടെ അമ്മയറിഞ്ഞാൽ തന്നെ കൊല്ലുമെന്ന് മുത്തശ്ശിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അത് മറച്ചുപിടിക്കാൻ മുത്തശ്ശി ശ്രമിച്ചെങ്കിലും ചുൻഹയുടെ അമ്മ അത് നേരിട്ട് കണ്ട് കൈയോടെ പൊക്കി. അതിന്റെ പേരിൽ മുത്തശ്ശിയെ അമ്മ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ചുൻഹയുടെ അമ്മയുടെ പേര് സോക്യുൻ എന്നായിരുന്നു. അവൻ പഠിക്കേണ്ട സമയത്ത് അവനെയും കൊണ്ട് നിങ്ങൾ പുറത്തു പോയത് എന്തൊക്കെയാ നിങ്ങൾ കാട്ടിക്കൂട്ടുന്നേ? ഇന്നവന്റെ ബർത്ത്ഡേ അല്ലേ, ഒരു ദിവസം ലീവ് എടുത്തെന്ന് വെച്ച് എന്താ കുഴപ്പമുള്ള? പിന്നെ അവനിപ്പോ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, 2 ഡ്രിങ്ക് കഴിച്ചെന്നല്ലേ ഉള്ളൂ. നിനക്കെന്താ അവന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അത്ര വലിയ നാണക്കേടാണോ? അവൻ ഇന്നുവരെ അവന്റെ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല. പിന്നെ എനിക്കെന്താ പേടി? എന്താ എന്നൊന്നും നിങ്ങൾക്കറിയണ്ടല്ലോ. ഒറ്റയ്ക്ക് ഞാനങ്ങനെ ഇത്ര നാളും കഴിഞ്ഞു പോകുന്നതെന്ന് നിങ്ങൾക്കറിയുമില്ല. ചുൻഹയുടെ അമ്മ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശി പറഞ്ഞു, മര്യാദ കാണിക്കണം. ചുൻഹയ്ക്ക് 8 മാസം പ്രായമുള്ളപ്പോ മുതല് അവനെ നോക്കാൻ ഞാൻ കൂടെയുണ്ട്. എന്നിട്ട് ഈ വർത്താനം പറയുന്നേ? ഞാനില്ലേ കാണായിരുന്നു. നീ അവനെ വല്ല കുപ്പത്തൊട്ടിയിൽ വിട്ടേനെ. ആ ശരിയാ, കുപ്പത്തൊട്ടി കളഞ്ഞേനെ. എനിക്കന്നത് അറിവുണ്ടായിരുന്നില്ല. നിങ്ങൾ എന്നോട് അതാണല്ലോ ചെയ്തത്. എന്നെ ഉപേക്ഷിച്ച് പോയില്ലേ? തേങ്ങാക്കൊല. മുത്തശ്ശി ദേഷ്യം വന്ന് വായടച്ചു. മുത്തശ്ശി തന്നെയായിരുന്നു ചുൻഹയെ എന്ന് വൃത്തിയാക്കിയത്. ആ സമയം വേദനയോടെ തനിക്കേറെ പ്രിയപ്പെട്ട തന്റെ വളർത്തുപൂച്ച ചത്തുപോയ കാര്യമൊക്കെ ചുൻഹെ പറയുന്നുമുണ്ട്. രാത്രിയിൽ മുത്തശ്ശിയും ചുൻഹയും ചുൻഹയുടെ മുറിയിലായിരുന്നു കിടന്നിരുന്നത്. ബങ്ക് ബെഡാണ്. പക്ഷേ ബെഡിൽ കിടക്കാൻ ചുൻഹയ്ക്ക് ഇഷ്ടമല്ല. ഒരു വലിയ പെട്ടി വലിച്ചുവെച്ച് അതിനുള്ളിൽ തന്റെ പ്രിയപ്പെട്ട അസ്ഥിക്കൂടത്തെയും ചേർത്ത് പിടിച്ചായിരുന്നു അവൻ കിടന്നിരുന്നത്. നീ ഇപ്പോ വലിയ കുട്ടിയായി, ഇങ്ങനൊന്നും ചെയ്യരുത് എന്ന് മുത്തശ്ശി പറഞ്ഞിട്ടും അവനതൊന്നും കേട്ടില്ല. മുത്തശ്ശി അവന്റെ ഇഷ്ടത്തിന് അവനെ ഉറങ്ങാൻ വിട്ട് കേറിക്കിടന്നു. പിറ്റേന്ന് പുലർച്ചെ ചുൻഹയുടെ അച്ഛനും അമ്മയും ജോലിക്കായി പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. പോകുന്നതിന് മുമ്പ് മുത്തശ്ശിക്ക് അവർ നിർദ്ദേശം കൊടുത്തു. ചുൻഹയ്ക്ക് പലതരം ക്ലാസുകളുണ്ട്. എല്ലാം കൃത്യമായി നോക്കണം. രാവിലെ എക്സസൈസ്, ഉച്ചകഴിഞ്ഞ് ഹാൻഡ് റൈറ്റിംഗ് പ്രാക്ടീസ്, പിന്നെ മാത്സ് ക്ലാസ്. പക്ഷെ അവർ ജോലിക്കായി പോയി കഴിഞ്ഞതും മുത്തശ്ശി ചുൻഹയോട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നമുക്ക് പുറത്തു പോവാം എന്നായിരുന്നു ചുൻഹയുടെ മറുപടി. അന്നായിരുന്നു അവൻ അപ്ലൈ ചെയ്തിരുന്ന ആ ലെക്ചർ ക്ലാസ് ഉണ്ടായിരുന്നത്. ചുൻഹെ സ്കൂളിലെത്തി. കുട്ടികൾക്ക് ഒരു പോയം എടുക്കാൻ തുടങ്ങി. ചുൻഹയുടെ അവസ്ഥ കണ്ട് ആദ്യം കുട്ടികൾ ഇതാരാ, എന്താ, ഇതെന്ത് രോഗമാ എന്ന മട്ടിലൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അവർ അവന്റെ ക്ലാസ് കേട്ട് ശ്രദ്ധിച്ചിരിക്കാൻ തുടങ്ങി. അത്ര മികച്ച രീതിയിലായിരുന്നു കവിത ചുൻഹയെ എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷേ ക്ലാസ് കഴിഞ്ഞപ്പോ അവിടുത്തെ പ്രധാന അധ്യാപിക വന്ന് സംസാരിച്ചു. നിങ്ങളുടെ ക്ലാസ് ഒക്കെ നല്ലതായിരുന്നു, പക്ഷേ നിങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല. കുട്ടികളുടെ ഫീലിംഗ്സും കാര്യങ്ങളുമൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. മുത്തശ്ശി അതിനെതിരെ നിന്ന് സംസാരിച്ചെങ്കിലും സ്കൂളിന്റെ ഡിസിഷനിൽ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ചുൻഹയും അത് പ്രതീക്ഷിച്ച പോലെ തന്നെ ആയിരുന്നു. തിരികെ വരുമ്പോ അവരൊരു റെസ്റ്റോറന്റിൽ കയറി. മുത്തശ്ശി ചുൻഹയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോ അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശി, ഞാനത് അപ്പോഴേ വിട്ടു എന്നായിരുന്നു ചുൻഹെ പറഞ്ഞത്.
ആ സമയം അങ്ങോട്ടേക്ക് മുത്തശ്ശിയുടെ കൊയർ ഗ്രൂപ്പിലെ ഡ്രമ്മറായ ഡിയാവോ വന്നു. ഡിയാവോ പിണക്കത്തിലായിരുന്നു. കൊയർ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനോട് തന്റെ മകന്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണം എന്ന് ഡിയാവോ ആവശ്യപ്പെട്ടെങ്കിലും അവരാരും അത് ചെയ്തിരുന്നില്ല. അതിന്റെ ദേഷ്യമായിരുന്നു ഡിയാവോക്കുണ്ടായിരുന്നത്. താനിനി കൊയർ ഗ്രൂപ്പിലേക്കില്ലെന്ന് ഡിയാവോ പറഞ്ഞു. മുത്തശ്ശി ചുൻഹയെയും കൂട്ടി അന്ന് കൊയർ ഗ്രൂപ്പിന്റെ മീറ്റിംഗിന് പോയി. പാർക്കിലെ ഒരിടത്ത് വെച്ചിട്ടായിരുന്നു അവരുടെ മീറ്റിംഗ് നടന്നത്. സംഭവം എന്തെന്നാൽ സിനാനിലുള്ള ഒരു ഇവന്റ് ഓർഗനൈസർ അവരുടെ കൊയർ ഗ്രൂപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത്രനാളും മര്യാദക്ക് ഓഡിയൻസിനെ പോലും കിട്ടാതിരുന്ന കൊയർ ഗ്രൂപ്പിന് നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. മുത്തശ്ശി അത് തന്റെ കൊയർ ഗ്രൂപ്പിനോട് പറഞ്ഞു. പക്ഷേ ഡ്രമ്മർ ഡിയാവോ ഇല്ലെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോവില്ല. മറ്റൊരു ഡ്രമ്മറെ എത്രയും വേഗം സംഘടിപ്പിക്കണം എന്നൊരു തീരുമാനം അവർക്കിടയിൽ വരികയാണ്. ഡ്രമ്മറിനായി അവർ അന്വേഷണം തുടങ്ങി. പെട്ടെന്നൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഉടൻ മുത്തശ്ശി ഒരു സജഷൻ പറഞ്ഞു. തങ്ങളുടെ കൂടെ എപ്പോഴുമുള്ള ചുൻഹയെ ഡ്രമ്മറാക്കിയാൽ എങ്ങനുണ്ടാകും എന്നതായിരുന്നു അത്. എല്ലാവരും ചുൻഹയെ ഒന്നു നോക്കി. അന്ന് തിരികെ അവർ ബസ്സിലായിരുന്നു പോയിരുന്നത്. മുത്തശ്ശി ചുൻഹയെ കൊയറിന് വേണ്ടി ഡ്രമ്മ് വായിക്കാൻ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ താനിതുവരെ ഡ്രംസ് വായിച്ചിട്ടില്ലെന്നും തന്നെ കൊണ്ടതിന് പറ്റില്ലെന്നുമൊക്കെ ചുൻഹെ പറഞ്ഞു. ആ സമയമാണ് ബസ്സിലേക്ക് ഒരു ലേഡി കൈക്കുഞ്ഞുമായി വന്നത്. ചുൻഹെ തന്റെ സീറ്റ് അവർക്ക് കൊടുത്തു. മുത്തശ്ശിക്ക് അപ്പോഴേക്കും സീറ്റ് കിട്ടിയിരുന്നു. ചുൻഹെ എഴുന്നേറ്റ് നിന്നു. ലേഡിയുടെ കൈക്കുഞ്ഞ് കൗതുകത്തോടെ ചുൻഹയെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ലേഡിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ലേഡി കുഞ്ഞിന്റെ മുഖം മറ്റൊരു വശത്തേക്ക് തിരിച്ചു. ചുൻഹയ്ക്ക് ദുഃഖം തോന്നിയെങ്കിലും അവനത് പ്രകടമാക്കിയില്ല. അതൊക്കെ ചുൻഹയ്ക്ക് സ്ഥിരം അനുഭവപ്പെടാറുള്ള അനുഭവങ്ങളായിരുന്നു. പെട്ടെന്നായിരുന്നു ബസ് ബ്രേക്ക് ഇട്ടത്. ചുൻഹയെ താഴെ വീണു. പിന്നാലെ ഡ്രൈവർ അകത്തേക്ക് വന്നു. നിങ്ങൾക്ക് സീറ്റിലിരുന്നാ പോരെ, ഇങ്ങനെയുള്ളവരെ കൊണ്ട് എന്തിനാ ബസ്സിൽ യാത്ര ചെയ്യുന്നേ എന്ന മട്ടിൽ സംസാരിച്ചു. മുത്തശ്ശിക്ക് വലിയ തോതിൽ ദേഷ്യം വന്നിരുന്നു. അയാൾ പറഞ്ഞത് മോശമായി പോയി, അവനോട് മാപ്പ് ചോദിക്കണം എന്നൊക്കെ മുത്തശ്ശി ആവശ്യപ്പെട്ടെങ്കിലും അയാൾ അതിന് വിസമ്മതിച്ചു. താൻ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, സീറ്റിൽ ഇരിക്കണമെന്നേ പറഞ്ഞുള്ളൂ എന്നായിരുന്നു അയാൾ വാദിച്ചത്. പോരാത്തതിന് ബസ്സിലുള്ളവരൊക്കെ തങ്ങൾക്ക് പോയിട്ട് ധൃതിയുണ്ട് എന്ന മട്ടിലൊക്കെ പറഞ്ഞപ്പോ മുത്തശ്ശിക്ക് മടങ്ങേണ്ടി വന്നു. ചുൻഹെ മുത്തശ്ശിയെ സമാധാനിപ്പിച്ചു. പ്രശ്നത്തിന് പോവണ്ടെന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് അവർ വീട്ടിൽ തിരിച്ചെത്തി ഭക്ഷണം കഴിക്കുമ്പോ ചുൻഹയുടെ അമ്മയും ഉണ്ടായിരുന്നു. ദിനം മുഴുവൻ ചുൻഹയെ പഠിക്കുകയായിരുന്നു എന്ന് മുത്തശ്ശി അമ്മയോട് കളവ് പറഞ്ഞു. ചുൻഹയ്ക്ക് അതത്ര ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. എന്നിരുന്നാലും ചുൻഹയെ മറുത്തൊന്നും പറഞ്ഞില്ല. പിന്നാലെ അമ്മ പറഞ്ഞു, ഞാൻ സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്റെ അഡ്മിഷൻ നോക്കുന്നുണ്ട്. നീ എക്സാം റീടേക്ക് ചെയ്ത് കഴിയുമ്പോ ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും സ്കൂള് നമുക്ക് നോക്കി കണ്ടുപിടിക്കാം. ചുൻഹയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. നോർമൽ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാനായിരുന്നു അവൻ ആഗ്രഹിച്ചിരുന്നത്. എനിക്ക് മതിയെന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി. പിന്നാലെ മുത്തശ്ശിയും അമ്മയും തമ്മിൽ സംസാരിച്ചു. സംസാരത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് ചുൻഹയുടെ അമ്മയുടെ പ്രഗ്നൻസിയുടെ കാര്യമായിരുന്നു. ചുൻഹയോട് അത് പറയുന്നില്ലേ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോ എങ്ങനെ ഞാനത് അവനോട് പറയും എന്നായിരുന്നു അമ്മ തിരികെ ചോദിച്ചത്. മാത്രമല്ല മുത്തശ്ശിയും അമ്മയും തമ്മിൽ അത്ര നല്ല ബന്ധമായിരുന്നില്ല. ഒരിക്കൽ പോലും പരസ്പരം മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയിരുന്നുമില്ല. കുറച്ചു കഴിഞ്ഞ് മുത്തശ്ശി റൂമിലേക്ക് വരുമ്പോ ചുൻഹെ ഒരു കംപ്ലൈന്റ് ലെറ്റർ മെയിൽ ചെയ്യുകയായിരുന്നു. മുത്തശ്ശി കാര്യം ചോദിച്ചപ്പോ ബസ്സിൽ വെച്ചുണ്ടായ ആ അപമാനത്തിന് താൻ കംപ്ലൈന്റ് ലെറ്റർ എഴുതുകയാണ് എന്ന് ചുൻഹെ പറഞ്ഞു. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമുണ്ടാവില്ല എന്നായിരുന്നു മുത്തശ്ശിയുടെ മറുപടി. അമ്മയോട് പഠിക്കുകയായിരുന്നു എന്ന് നുണ പറഞ്ഞത് ചുൻഹയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഞാൻ പഠിക്കുകയല്ലായിരുന്നല്ലോ, എന്തിനാ നുണ പറഞ്ഞത് എന്നവൻ ചോദിച്ചപ്പോ മുത്തശ്ശി പറഞ്ഞു, നീ വളർന്നൊരാണല്ലേ, നീ ശ്രദ്ധിച്ചു കേട്ടോ. മുതിർന്ന ആണുങ്ങൾക്ക് ചില ഘട്ടങ്ങളിലൊക്കെ ചിലപ്പോ നുണ പറയേണ്ടി വരും. പിന്നാലെ മുത്തശ്ശി ഡിയാവോക്ക് പകരം ഡ്രമ്മ് വായിച്ച് കൊയറിനെ സഹായിക്കാമോ എന്ന് ചുൻഹയോട് വീണ്ടും ചോദിച്ചു. ആദ്യമൊന്നും ചുൻഹയെ സമ്മതിച്ചില്ലെങ്കിലും മുത്തശ്ശി ഒരുപാട് അപേക്ഷിച്ചപ്പോ ചുൻഹയെ അതിന് ഓക്കെ പറഞ്ഞു. തനിക്ക് ഒരു ഡ്രം കിറ്റ് വാങ്ങിത്തരണം എന്നും ആവശ്യപ്പെട്ടു. അങ്ങനെ ചുൻഹയ്ക്ക് ഡ്രം കിറ്റ് കിട്ടി. അടുത്ത ദിവസം കൊയർ ഗ്രൂപ്പ് മീറ്റിംഗ് ചേർന്നപ്പോ ഡ്രം കിറ്റുമായി ചുൻഹെ എത്തിയിരുന്നു. പക്ഷേ അവന് നല്ല രീതിയിൽ വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൊയർ ഗ്രൂപ്പിലെ ഒരു ലേഡി അത് കണ്ട് നീ എല്ലാവരുടെയും സമയം കളയുകയാണ്, ഈ ബുദ്ധിമാന്യമുള്ള പയ്യനെയും കൊണ്ടുവന്ന് വല്ല കാര്യമുണ്ടാവോ എന്ന മട്ടിയെ ചോദിച്ചതും മുത്തശ്ശിക്ക് ദേഷ്യം വന്നു. ചുൻഹയ്ക്ക് സെറിബ്രൽ പാൽസിയാണ്, അല്ലാണ്ട് ബുദ്ധിമാന്യമല്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി അവരുമായി വലിയ ഫൈറ്റ് തന്നെ ഉണ്ടാക്കി. ആ സമയമായിരുന്നു അങ്ങോട്ടേക്ക് പാർക്കിൽ ഡിസ്ക് ത്രോ കളിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ഡിസ്ക് അങ്ങോട്ടേക്ക് വീണതിനെ തുടർന്ന് ഓടി വന്നത്. ചുൻഹെ ആ പെൺകുട്ടിയെ നേരിട്ട് കണ്ടു. യായ എന്നായിരുന്നു അവളുടെ പേര്. ചുൻഹയെ നോക്കി ചിരിച്ച് അവന്റെ ഡ്രമ്മിൽ രണ്ട് മുട്ടും മുട്ടി അവൾ ഓടിപ്പോയി. ചുൻഹയ്ക്ക് അവളോടൊരു പ്രണയ താല്പര്യം അനുഭവപ്പെട്ടു. ചുൻഹയെ അന്ന് അവളെ തന്നെ നോക്കിയിരുന്നിരുന്നു. പാർക്കിൽ വെച്ച് നടന്ന വഴക്കിന്റെ പേരിൽ മുതിർന്നവരൊക്കെയും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കപ്പെട്ടിരുന്നു. ഒടുവിൽ പോലീസ് തന്നെ പ്രശ്നം കോംപ്രമൈസ് ആക്കി പരസ്പരം ക്ഷമ പറയിപ്പിച്ച് അവരെല്ലാവരെയും പറഞ്ഞയച്ചു. വീട്ടിലെത്തിയ ചുൻഹെ നോർമൽ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നതിനെ പറ്റി നോക്കുന്നുണ്ടായിരുന്നു. രാത്രിയിൽ അവന്റെ അമ്മ വന്നവനോട് സംസാരിച്ചു. ചുൻഹെ ആ സമയം നോർമൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോവാനുള്ള തന്റെ
തന്റെ താല്പര്യത്തെപ്പറ്റി അമ്മയോട് പറയുകയാണ്. അമ്മ പക്ഷേ ചുൻഹയോട് ദേഷ്യപ്പെട്ടു. നിന്നെ കൊണ്ടതിനൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് അവനെ അപമാനിക്കുന്ന പോലെ സംസാരിച്ചു. 90 മിനിറ്റ് റെയിൽ യാത്രയുണ്ട്, ഞാൻ എളുപ്പത്തിൽ പോയി വരും എന്ന് ചുൻഹെ പറഞ്ഞപ്പോ, എന്തായാലും നിനക്ക് പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, അത്രയുള്ളൂ. ഇനി പോവാനാണ് നിന്റെ ഭാവമെങ്കിൽ ഞാൻ അതിനുള്ള വണ്ടിക്കാശും ട്യൂഷൻ ഫീയും തരേമില്ല എന്നമ്മ തറപ്പിച്ചു പറഞ്ഞു. പോയി ഉറങ്ങെന്ന് പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ചുൻഹയ്ക്ക് വലിയ ദുഃഖം തോന്നി. തന്റെ സ്വപ്നങ്ങളെ അമ്മ തന്നെ തച്ചുടിക്കുന്ന പോലെ. പക്ഷേ മുത്തശ്ശി ചുൻഹയെ ആശ്വസിപ്പിച്ചു. തന്റെ പക്കൽ കുറച്ച് പണമുണ്ടെന്നും ചുൻഹയുടെ ട്യൂഷൻ ഫീയൊക്കെ താൻ തന്നോളാം എന്നും മുത്തശ്ശി അവനെ അറിയിച്ചു. കൊയർ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും വൃദ്ധരായവരാണല്ലോ. അവർക്ക് സർക്കാരിന്റെ ഓൺലൈൻ സേവനങ്ങളൊന്നും ചെയ്യാൻ അറിവുണ്ടായിരുന്നില്ല. പാർക്കിൽ പോകുമ്പോ, കൊയർ ഗ്രൂപ്പ് മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോ ചുൻഹെ അതിനവരെ സഹായിച്ചു. പതിയെ അവനവരിൽ ഒരാളായി മാറി. അവനായി അംഗീകരിക്കുന്നത് അവർ മാത്രമായിരുന്നു. പിന്നാലെയായിരുന്നു അങ്ങോട്ടേക്ക് യായ വന്നത്. ചുൻഹയ്ക്ക് അടുത്തെത്തി യായ ഇരുന്ന് സംസാരിച്ചു. ആ സമയം പഴയ ഡ്രമ്മർ ഡിയാവോയും കടന്നു വന്നു. തനിക്ക് പകരം ചുൻഹയെ ഡ്രമ്മറായി വെച്ചതിൽ ദേഷ്യം പൂണ്ടായിരുന്നു അയാളുടെ വരവ്. ചുൻഹയെ കൊണ്ട് ഡ്രമ്മിംഗ് സാധിക്കില്ലെന്നും ഇങ്ങനെയാ ഡ്രമ്മ് ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് ചുൻഹയ്ക്ക് അടുത്തിരുന്ന് അയാൾ കുട്ടി വെല്ലുവിളിച്ചു കാണിച്ചു. യായ ചുൻഹയോട് അയാളെ തോപ്പിച്ചു കാണിക്ക് എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തു. ചുൻഹയെ അതോടെ ഡ്രമ്മിംഗ് ആരംഭിക്കുകയാണ്. ഡിയാവോ വായിച്ച വേഗത്തിൽ തന്നെ കൊട്ടുവാൻ ചുൻഹയ്ക്ക് കഴിഞ്ഞു. താളം അത്രമേൽ ശരിയല്ലെങ്കിലും ചുൻഹയുടെ സ്പീഡും കൊട്ടുന്ന രീതിയുമൊക്കെ മെച്ചപ്പെട്ടിരുന്നു. അവിടുണ്ടായിരുന്ന ഏവരും ചുൻഹയെ അഭിനന്ദിച്ചു. പിന്നാലെ മുത്തശ്ശിയുടെ സഹായത്തോടെ യായയുമായി ചുൻഹയെ സംസാരിച്ചു. അവർ പരസ്പരം പേര് പറഞ്ഞ് പരിചയപ്പെട്ടു. യായ എന്നാണ് തനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ പേര് എന്നും ചുൻഹയെ മനസ്സിലാക്കി. ചുൻഹയുടെ സ്വപ്നങ്ങളിൽ യായെ കടന്നുവരാൻ തുടങ്ങി. യുവത്വത്തിന്റേതായ ലക്ഷണങ്ങളും ചുൻഹയിൽ പ്രകടമായി തുടങ്ങിയിരുന്നു. ഇതിനിടയിൽ ചുൻഹെ ഒരു ജോലിക്ക് പോവാൻ തീരുമാനിച്ചിരുന്നു. അടുത്ത ദിവസം അതിന്റെ ഇന്റർവ്യൂവിനായി അവൻ പോയി. ഒരു കോഫി ഷോപ്പിലെ ബാരിസ്റ്റ ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു അത്. മുത്തശ്ശിയുടെ സഹായമില്ലാതെ അവൻ ആദ്യമേ പോയെങ്കിലും മുത്തശ്ശി ചുൻഹയെ കാണാതെ അവന്റെ പിന്നാലെ തന്നെ ചെന്നു. ഇന്റർവ്യൂ സമയത്ത് ചുൻഹയുടെ രൂപവും അവസ്ഥയും ഒക്കെ കണ്ട് അവിടുത്തെ ഓണർ ചുൻഹയോട് എത്ര നേരം നിൽക്കാൻ പറ്റും, ഓർമ്മ വെച്ചതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന തരത്തിലൊക്കെ ചോദിച്ചിരുന്നു. ചുൻഹയെ ഒട്ടും മടിച്ചില്ല. ആ കഫറ്റീരിയ മുഴുവൻ നടന്നു കാണിച്ചു. ജോലി കിട്ടാൻ ഉറപ്പിച്ച് വലിയ വായിൽ അവിടുത്തെ മെനു കാണാപ്പാടം പഠിച്ചിരുന്നത് വായിച്ചു കേൾപ്പിച്ചു. ആദ്യമൊന്നും ചുൻഹയെ പോലെ ഒരാളെ അവിടെ ജോലിക്കെടുക്കാൻ ഓണർ തയ്യാറായിരുന്നില്ലെങ്കിൽ പോലും ചുൻഹയുടെ പ്രകടനത്തോടെ ജോലി അവന് ലഭിക്കുകയാണ്. അവന്റെ മുത്തശ്ശി അന്നേറെ സന്തോഷിച്ചിരുന്നു. അവരുടെ കണ്ണുകൾ പോലും നിറഞ്ഞു. കൊയർ ഗ്രൂപ്പിന്റെ പ്രോഗ്രാംസും പ്രാക്ടീസും ജോലിയും പഠനവും എക്സസൈസും ഒക്കെയായി സന്തോഷത്തോടെ ചുൻഹയുടെ ജീവിതം മുമ്പോട്ടു പോവാൻ തുടങ്ങി. ഈ സമയത്തൊക്കെ ചുൻഹയുടെ അമ്മ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കുകയായിരുന്നു. ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോൾ മുത്തശ്ശിയും ചുൻഹയും അമ്മയ്ക്ക് മുമ്പിൽ അഭിനയിച്ചു. വൈകാതെ ഒരു ദിവസം വീട്ടിൽ കൊയർ ഗ്രൂപ്പിലെ ഏവർക്കുമായി മുത്തശ്ശി ഒരു പാർട്ടി അറേഞ്ച് ചെയ്തു. ഏവരും ഉണ്ടായിരുന്നു. ആ സമയം ഡിയാവോ ആണെങ്കിൽ ചുൻഹയെ മാറ്റി വീണ്ടും കൊയർ ഗ്രൂപ്പിൽ ഡ്രമ്മറായി കയറാൻ ശ്രമം നടത്തുകയാണ്. അത് ശ്രദ്ധിച്ച യായ ചുൻഹയെ അവിടെ നിന്ന് ബെഡ്റൂമിലേക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. യായ അങ്ങനെ ചുൻഹയുടെ ബെഡ്റൂമിലെത്തി. അവർ അവിടെ ഇരുന്ന് സംസാരിക്കാൻ ആരംഭിച്ചു. ഒരു ഘട്ടത്തിൽ ചുൻഹയെ എന്തെന്ന് മുത്തശ്ശി അന്വേഷിച്ചപ്പോ യായക്കൊപ്പം ബെഡ്റൂമിലാണെന്നറിഞ്ഞു. ഇവൻ കുറച്ച് വേഗത്തിലാണല്ലോ എന്നായിരുന്നു മുത്തശ്ശി സ്വയം പറഞ്ഞത്. ഇതേ സമയം ബെഡ്റൂമിനകത്താകട്ടെ യായയും ചുൻഹയും ഒരുപാട് സംസാരിക്കുകയായിരുന്നു. ചുൻഹ എഴുതിയ കവിതകളും മറ്റും യായ വായിച്ചു. ചുൻഹയ്ക്ക് തന്നോട് പ്രണയമുണ്ട് എന്നും യായ തിരിച്ചറിയുന്നുണ്ട്. അവിടെ ഒരു പെട്ടി യായക്ക് കിട്ടി. അതിലെന്തോ കുലുങ്ങുന്നുണ്ടായിരുന്നു. എന്താ ഇത് എന്ന് യായ ചോദിച്ചപ്പോ അത് തന്റെ പ്രിയപ്പെട്ട വളർത്തുപൂച്ചയുടെ ചിതാഭസ്മമാണ് എന്നായിരുന്നു ചുൻഹെ പറഞ്ഞത്. തെരുവിൽ നിന്ന് 3 കാലുള്ള ഒരു പൂച്ചയെ തനിക്ക് കിട്ടിയതാണെന്നും വീട്ടിൽ കൊണ്ടുവന്ന് താൻ അതിനെ സ്നേഹത്തോടെ 5 കൊല്ലം വളർത്തിയെന്നും അത് ചത്തുപോയെന്നും അവൻ കൂട്ടിച്ചേർത്തു. ആ പൂച്ച തന്നെപ്പോലായിരുന്നു നടന്നിരുന്നതെന്നും അതുകൊണ്ടാണ് തനിക്കതിനെ ഒരുപാട് ഇഷ്ടമായതെന്നും അവൻ പറയുന്നുണ്ട്. യായയും ചുൻഹയും കൂടുതലായി സംസാരിച്ചു. ഒരു ഘട്ടത്തിൽ ചുൻഹയോട് യായ നിനക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാവുന്നുണ്ടോ എന്നുവരെ ചോദിച്ചു. ചുൻഹയ്ക്ക് നാണം വന്നിരുന്നു. അവർ തമ്മിൽ അടുത്തടുത്ത് വന്നു. ഒരു ചുംബനത്തിന്റെയും ലൈംഗിക ബന്ധത്തിന്റെയും തുടക്കത്തിൽ വരെ എത്തി. പെട്ടെന്ന് യായ മാറുകയാണ്. അവളുടെ കയ്യിൽ പിടിച്ച് ചുൻഹെ പറഞ്ഞു, നീ എന്നോട് അത് ചോദിച്ചതിന് നന്ദിയുണ്ട്. ചില ആളുകളൊക്കെ ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് തീറ്റയും തൂറലും മാത്രം മതിയെന്നാണ്. അപ്പോഴായിരുന്നു പെട്ടെന്ന് ദൂരെയായിരുന്ന ചുൻഹയുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. മുറിയിലേക്ക് അമ്മ കയറി വന്നതും അവരിരുവർക്കും പിന്മാറേണ്ടി വന്നു. താൻ പറഞ്ഞു വന്ന കാര്യം ചുൻഹെ പൂർത്തീകരിച്ചു. എന്റെ അമ്മയെപ്പോലെയുള്ളവർ അവർക്കതൊന്നും ഇഷ്ടമല്ല. അന്നെല്ലാവരും പോയ ശേഷം വീട്ടിൽ വലിയൊരു പ്രശ്നം തന്നെ നടന്നു. അമ്മ മുത്തശ്ശി
മുത്തശ്ശിയെ വലിയ തോതിൽ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അവർ ചെയ്ത പ്രവൃത്തികൾക്ക്. ആ പെൺകുട്ടി ഏതായിരുന്നു? അതവന്റെ ഒരു ക്ലാസ്മേറ്റാ. ഏത് ക്ലാസ്മേറ്റ്? അവന്റെ എല്ലാ ക്ലാസ്മേറ്റിനും എനിക്ക് അറിയാവുന്നതാണല്ലോ. അവര് പഠിക്കുമായിരുന്നു. അവരുടെ സംസാരത്തിനിടയ്ക്ക് കയറി ചുൻഹെ പറഞ്ഞു, ഇല്ല, ഞാൻ പഠിക്കുമായിരുന്നില്ല. എനിക്ക് പഠിക്കാൻ വേണ്ട. ഈ കൊല്ലം രണ്ടാമത് പോവണ്ട. നീ പിന്നെ എന്ത് ചെയ്യാൻ പോകുക? അമ്മ ദേഷ്യത്തിൽ ചോദിച്ചു. ചുൻഹെ പറഞ്ഞു, ഞാൻ കോളേജിൽ പോവും. നോർമൽ കോളേജിൽ. ഞാനിപ്പോ ഒരു കഫേയിൽ ജോലി നോക്കുന്നുണ്ട്. എന്റെ ട്യൂഷൻ ഫീസ് ഞാൻ അടയ്ക്കും. എനിക്കാരുടെയും സഹായം വേണ്ട. നീ ഒരു കഫേയിൽ ജോലി നോക്കുന്നുണ്ടെന്നോ? എന്തൊക്കെയാ പറയുന്നേ? മുത്തശ്ശിയെ നോക്കിക്കൊണ്ട് അമ്മ ചോദിച്ചു. ഇത് നിങ്ങൾക്കും അറിയാമായിരുന്നോ? നിങ്ങൾ രണ്ടാളും കൂടി എന്തൊക്കെയാ എന്റെ ഒന്ന് മറച്ചു വെക്കുന്നേ? മുത്തശ്ശിയോട് അമ്മ ഒച്ചയെടുക്കാൻ തുടങ്ങി. ചുൻഹെ പറഞ്ഞു, മുത്തശ്ശിയെ ഒച്ചയെടുക്കണ്ട, ഇതെന്റെ തീരുമാനമായിരുന്നു. ഉടൻ അമ്മ ചുൻഹയ്ക്കൊക്കെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, പ്രശ്നം പണത്തിന്റെ അല്ല. നിന്നെപ്പോലെ ഒരാളെ അവർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അവരുടെ എല്ലാ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും പാസ്സാവുന്നുണ്ട്. എന്നിട്ട് നീ എന്താവും? ടീച്ചറോ? ആ അതെ, അതിന് നിനക്ക് പറ്റുമോ? ടീച്ചർമാരും മണിക്കൂറുകളോളം നിന്ന് കുട്ടികളോട് സംസാരിക്കണം. നിന്നെ കൊണ്ട് അതിന് സാധിക്കൂ? അവർക്കൊന്നുമെല്ലാം നോർമൽ ആപ്ലിക്കൻസിനെ പോലും സ്വീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെയല്ലേ നിന്നെ സ്വീകരിക്കുന്നേ? അമ്മയുടെ ആ വാക്കുകൾ ചുൻഹയെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. ദേഷ്യം വന്ന് അവൻ പറഞ്ഞു, ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. എനിക്കാരാ ജന്മം തന്നെ? ആരുടെ തെറ്റുകൊണ്ടാ ഞാൻ ഇങ്ങനായേ? നിങ്ങൾക്ക് അത് പറയാൻ ധൈര്യമുണ്ടോ? ചുൻഹയുടെ ആ വാക്കുകൾ കേട്ട് ഞെട്ടലോടെ അമ്മ തിരിഞ്ഞു നോക്കിയിരുന്നു. അന്നവനേറെ ദുഃഖത്തിലായി. ശേഷം അവൻ പ്രൊഫസർക്ക് മെസ്സേജ് അയച്ചു. ക്ഷമിക്കണം പ്രൊഫസർ, സെറിബ്രൽ പാൽസി ഉള്ളതിന്റെ പേരിൽ എനിക്ക് അഡ്മിഷൻ കിട്ടാതെ വരുമോ? നോർമൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അവൻ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും സമയം കഴിഞ്ഞതിനാൽ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. ആ സമയം മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. മുത്തശ്ശിയോട് അവൻ ചോദിച്ചു, എനിക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം. എന്തിനാ? ഇവിടം വിട്ട് ദൂരേക്ക് പോവാനാണോ? ഞാൻ ഇവിടെ നിന്ന് എടുത്തു ചാടിയ അതായിരിക്കും എനിക്ക് പോവാൻ പറ്റുന്ന പരമാവധി ദൂരം. ചുൻഹയുടെ മറുപടി മുത്തശ്ശിയെ ദേഷ്യം പിടിപ്പിച്ചു. ചുൻഹയെ മുത്തശ്ശി ഒന്ന് തല്ലുക വരെ ചെയ്തു. ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും സ്വന്തം അമ്മ വരെ തള്ളിപ്പറയുന്നതും ചുൻഹയെ ഏറെ വിഷമത്തിലാഴ്ത്തിയിരുന്നു. ചുൻഹയുടെ ജീവിതം വീണ്ടും പഴയ പോലെ മുമ്പോട്ട് പോവാൻ തുടങ്ങി. എക്സസൈസും കൊയർ പ്രാക്ടീസും ജോലിയും പഠനവും ഒക്കെയായി അതങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ഒരു ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പിക്ക് പോയപ്പോൾ അവിടെ ഒരു അമ്മ വയ്യാത്ത തന്റെ മകനെ കണ്ട് ദുഃഖിക്കുന്ന കാഴ്ച കണ്ടതും ചുൻഹയുടെ മനസ്സലിഞ്ഞു. അന്നവൻ അമ്മയ്ക്ക് അടുത്തു ചെന്നു. കുറച്ചു നേരം ഇരുന്നു. അമ്മയോട് പറഞ്ഞത് കുറച്ച് കടുത്തുപോയി എന്നവന് തോന്നിയിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം കൊയർ ഗ്രൂപ്പിൽ ഡ്രമ്മറായി ആരു വേണം എന്നത് വോട്ടിംഗിൽ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഭൂരിഭാഗം വോട്ട് ചെയ്തത് ചുൻഹയ്ക്ക് വേണ്ടിയിട്ടാണ്. റിസൾട്ട് കണ്ട് ഡിയാവോ തലകറങ്ങി വീണു. ഡിയാവോയെ ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നാലെയായിരുന്നു ആ വാർത്ത വന്നെത്തിയത്. ചുൻഹെ ഒരു ചേട്ടനായിരിക്കുന്നു. ചുൻഹയ്ക്ക് ഒരു അനിയത്തി പിറന്നിരിക്കുന്നു. മുത്തശ്ശി ആ വിവരം ചുൻഹയെ അറിയിച്ചു. ആദ്യം ഒരു ഞെട്ടലോടെയായിരുന്നു അവൻ അത് കേട്ടത്. മുത്തശ്ശിക്കൊപ്പം ആശുപത്രിയിൽ തന്റെ അനിയത്തിയെ കാണാൻ അവൻ പോയി. അമ്മ ആ സമയം ടോയ്ലറ്റിലേക്ക് പോവുകയായിരുന്നു. ചുൻഹയെ അകത്തേക്ക് ചെന്നപ്പോ കുട്ടി കരയാൻ തുടങ്ങി. കുട്ടിക്ക് അടുത്ത് ചെന്ന് അതിനെ തൊടാൻ അവൻ പോയതും ടോയ്ലറ്റിൽ നിന്ന് കരച്ചിൽ കേട്ട് പുറത്തേക്ക് വന്ന അമ്മ അവളെ തൊട്ടുപോവരുത് എന്നൊച്ചയുണ്ടാക്കി അങ്ങോട്ടേക്ക് ചെന്നു. ചുൻഹയെ പിടിച്ചു തള്ളി. ചുൻഹയെ വീഴേണ്ടതുപോലുമായിരുന്നു. ചുൻഹയ്ക്ക് ഏറെ സങ്കടം തോന്നിയ നിമിഷം. മുത്തശ്ശിയും അത് കണ്ട് വേദനിച്ചിരുന്നു. അന്ന് തിരികെ പോകുമ്പോൾ ചുൻഹെ മുത്തശ്ശിയോട് മുത്തശ്ശിക്ക് ഇക്കാര്യമൊക്കെ നേരത്തെ അറിയാമായിരുന്നോ എന്ന് ചോദിച്ചു. അമ്മ പ്രഗ്നന്റ് ആയിരുന്നത് എന്നോടെന്താ പറയാതിരുന്നത് എന്ന് തിരക്കി. മുത്തശ്ശി പറഞ്ഞു, നിന്നോട് പറയാൻ അവൾക്ക് പേടിയായിരുന്നു. അവൾക്ക് കൂടുതൽ ഷുഗർ ഉള്ളതുകൊണ്ട് എപ്പോ വേണമെങ്കിലും ഒരു ഗർഭചിത്രം സംഭവിക്കാമായിരുന്നു. അതുകൊണ്ട് ഭയന്നിട്ടാണ് അവൾ പറയാതിരുന്നത്. ചുൻഹെ ആ നിമിഷം അന്ന് വഴക്കുണ്ടായപ്പോ താൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു. അമ്മയോട് അവൻ കലഹിച്ചിരുന്നു. ദേഷ്യത്തിൽ അവൻ പറഞ്ഞു, എന്നെ നല്ല രീതിയിൽ വളർത്തുക എന്നത് പാരന്റ്സ് എന്ന രീതിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു. നിങ്ങളത് ചെയ്തില്ല. എനിക്ക് ജന്മം നൽകിയത് നിങ്ങളാണ്. നിങ്ങൾക്കത് വേണ്ടെന്ന് വെക്കാമായിരുന്നു. നിങ്ങളുടെ പ്രവൃത്തിക്ക് ഞാൻ ആ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ അക്സെപ്റ്റ് ചെയ്ത് ഒരു തരത്തിൽ മുന്നേറാൻ വരുമ്പോ നിങ്ങൾ പിന്നെയും വരും. മൃഗശാലയിലെ ഒരു ഗൊറിലയെ പോലെ എന്നെ നോക്കിക്കാണും. ഗൊറിലയ്ക്ക് കൂട് വിട്ടുപോകാൻ അനുവാദമില്ലല്ലോ. എപ്പോഴും ആ കൂട്ടി കിടക്കണം. ഇല്ലെങ്കിൽ തീറ്റ തരുന്നവർക്ക് വിഷമമാവും അത്രേ. ആളുകളല്ല എന്നെ വെറുക്കുകയുമൊക്കെ ചെയ്യുന്നത്. എന്റെ അമ്മയാണ് എന്നെ ഇപ്പോ ഏറ്റവും വെറുക്കുന്നത്. എനിക്കറിയാം ഞാൻ ഈ കുടുംബത്തിനിപ്പോ ഒരു ഭാരമാണെന്ന്. എന്നിട്ട് നിങ്ങൾ എന്നോട് സ്നേഹം അഭിനയിക്കും. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങളൊരു ഹിപ്പോക്രൈറ്റ് ആണ്. ദേഷ്യം ഒന്ന് അലറിക്കൊണ്ടെന്ന് അമ്മ പറഞ്ഞു. അതെ, എനിക്ക് നിന്നോട് ഒരു സ്നേഹവുമില്ല. എനിക്ക് നിന്നെ വെറുപ്പാണ്. ഇത് നിന്റെ വിധിയാണ്, എന്റെയും തലതെറിച്ച വിധി. ഞാൻ ഒരിക്കലും എന്റെ ഈ ജീവിതത്തിന് വേണ്ടി നിങ്ങളോട് അപേക്ഷിച്ചിരുന്നില്ല. ദേഷ്യത്തിൽ ചുൻഹെ പറഞ്ഞിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചുൻഹെ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയി. വേഗത്തിൽ അവൻ കാർ ഓടിക്കുന്നുണ്ടായിരുന്നു.
തീർന്നു. ജീവിതം വെറുത്ത പോലായിരുന്നു അവൻ കാണപ്പെട്ടിരുന്നത്. എന്തിനേറെ പറയുന്നു, കഫേയിൽ അവൻ പുതിയൊരു മിഠായി ഉണ്ടാക്കി അത് ഷൂട്ട് ചെയ്ത് പരസ്യം ചെയ്യാൻ കഫേ ഓണർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ സമയം രണ്ടുപേർ സംസാരിക്കുന്നത് ചുൻഹെ കേട്ടു. ഇത്തരത്തിൽ പ്രൊമോഷൻ ചെയ്യാനല്ലായിരുന്നെങ്കിൽ ഇവനെ ഓണർ എടുക്കുമായിരുന്നില്ല എന്ന മട്ടിലായിരുന്നു അത്. എല്ലായിടത്തും താൻ തഴയപ്പെടുന്നുവെന്ന തോന്നൽ ചുൻഹയ്ക്കുണ്ടാവാൻ തുടങ്ങി. എന്തിനേറെ പറയുന്നു, യായയ്ക്കൊപ്പം അന്നൊരു ദിവസം അവൻ പുറത്ത് കറങ്ങാൻ പോയി. മ്യൂസിയത്തിലേക്ക് അന്ന് പോകുമ്പോ യായയുടെ കൈപിടിക്കാൻ അവൻ ശ്രമിച്ചു. പക്ഷേ ആൾക്കൂട്ടത്തിൽ വെച്ച് ചുൻഹയെ അങ്ങനെ കൈപിടിച്ചപ്പോ വല്ലാത്തൊരു കുറച്ചിലും ബുദ്ധിമുട്ടും യായയ്ക്ക് അനുഭവപ്പെട്ടു. താൻ ടോയ്ലറ്റിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ചുൻഹയെ തനിച്ചാക്കി യായ അവിടെ നിന്ന് പോയി. ചുൻഹയെ പോലൊരാളെ തന്റെ ബോയ്ഫ്രണ്ടാക്കാൻ യായയ്ക്ക് മടിയുണ്ടായിരുന്നു. തന്റെ പ്രണയം ഇല്ലാതാവുന്നതും വേദനകൾ വന്ന് നിറയുന്നതും ചുൻഹയെ അനുഭവിച്ചു. അവന്റെ കവിതകളിലെ വരികളായി അതെല്ലാം മാറിമറിഞ്ഞു. ചുൻഹയെ അന്ന് താനുണ്ടാക്കിയ സ്വീറ്റുമായിട്ടായിരുന്നു വീട്ടിലേക്ക് എത്തിയത്. മുത്തശ്ശിക്ക് അവൻ സ്വീറ്റ് കൊടുത്തു. അമ്മയ്ക്ക് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അമ്മയുടെ ബ്ലഡ് ഷുഗർ ഇപ്പോഴും ഹൈ ആണെന്നും അമ്മയ്ക്കത് കഴിക്കാൻ പറ്റില്ല എന്നുമായിരുന്നു മുത്തശ്ശി അറിയിച്ചത്. കിച്ചണിലേക്ക് മുത്തശ്ശി മാറിയതും നടന്ന എല്ലാ കാര്യങ്ങളും ആലോചിച്ച ചുൻഹെ തനിക്ക് ജീവിതം വേണ്ടെന്ന് കരുതി അവിടെ ഇരുന്ന മുട്ടായികൾ ശ്വാസം മുട്ടുന്നവരെ എടുത്തു കഴിച്ചു. ഒടുവിൽ അവൻ ശ്വാസം മുട്ടി താഴെ വീണു. മുത്തശ്ശി എത്തിയായിരുന്നു വായിൽ നിന്ന് മിഠായികൾ എടുത്തുമാറ്റി അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത്. തളർന്ന് താഴെ വീഴുമ്പോ പഴയൊരു കാര്യം അവന്റെ ഓർമ്മയിലേക്ക് വന്നു. ചുൻഹെ കുട്ടിയായിരുന്നപ്പോ അവനൊരു ബാഗിൽ കയറി ഒളിച്ചു കിടക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മ അവശതയിൽ അങ്ങോട്ടേക്ക് വന്ന് അച്ഛനടുത്തിരുന്നത്. അച്ഛനോട് അന്ന് ചുൻഹയുടെ അമ്മ സംസാരിക്കുന്നത് അവൻ കേട്ടു. മര്യാദക്ക് അവന് നടക്കാൻ പോലും വയ്യ. അവനിതെവിടെ പോയി? ഞാൻ ആകെ ടയേർഡായി. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അവനില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം കുറെ കൂടി നല്ലതായിരുന്നേനെയല്ലേ? അതെ, ചിലപ്പോ നല്ലതായിരുന്നേനെ. അച്ഛന്റെ മറുപടിയും വന്നു. കുട്ടിയായ ചുൻഹയുടെ ഉള്ളിൽ അവരുടെ ആ സംസാരം ആഴത്തിൽ വേദനയേൽപ്പിച്ചിരുന്നു. ആ വേദനയായിരുന്നു ചുൻഹെ ഇപ്പോഴും അനുഭവിക്കുന്നത്. ആത്മഹത്യാ ശ്രമം നടത്തിയ ചുൻഹെ ആശുപത്രിയിലായി. ശ്വാസം എടുക്കാൻ അവന്റെ കഴുത്തിൽ ഡോക്ടേഴ്സ് ഹോളുകളിട്ടിരുന്നു. ബോധം തെളിഞ്ഞപ്പോൾ തന്റെ അടുത്തിരുന്ന് കരയുന്ന അമ്മയെയായിരുന്നു ചുൻഹെ കണ്ടത്. അന്ന് അവിടെ വെച്ച് താൻ കടന്നുപോയ കഷ്ടപ്പാടുകളെ പറ്റിയും ചുൻഹയെ വളർത്താൻ നേരിട്ട ബുദ്ധിമുട്ടിനെ പറ്റിയും ചുൻഹയ്ക്ക് ജന്മം കൊടുത്തപ്പോ അവർക്ക് പറ്റിയ മിസ്റ്റേക്കുകളെ പറ്റിയുമൊക്കെ അമ്മ ഓർത്തെടുത്ത് പറഞ്ഞു കരഞ്ഞു. ചുൻഹയോട് അതുവരെ ചെയ്ത തെറ്റുകൾക്ക് ക്ഷമ ചോദിച്ചു. വേദന കൊണ്ട് പൊട്ടിക്കരഞ്ഞ അമ്മയെ തലയിൽ തലോടി ചുൻഹയെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നാളുകൾ കഴിഞ്ഞ് ചുൻഹയെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തി. ഒരു രാത്രിയിൽ അവൻ യായയെ സ്വപ്നം കണ്ടു. അവൾക്കൊപ്പം ഒരു രാത്രി ചിലവഴിക്കുന്നതിനെ പറ്റി. ഉറക്കം ഞെട്ടിയ അവൻ എഴുന്നേറ്റ് മട്ടുപ്പാവിലേക്ക് വന്നു. മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്നു. മുത്തശ്ശിയോട് അവൻ സംസാരിക്കാൻ തുടങ്ങി. മുത്തശ്ശിയുടെ കഴുത്തിൽ ഒരു മുറിവുണ്ട്. അത് വേദനിക്കുന്നുണ്ടോ? എന്ത് പറ്റിയതാണ് എന്ന് ചുൻഹയെ ചോദിച്ചു. മുത്തശ്ശി പറഞ്ഞു, വേദനയൊന്നുമില്ല, പണ്ടുണ്ടായതാണ്. നിന്റെ അമ്മയുണ്ടായപ്പോ അവളുടെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ചു പോയിരുന്നു. മോളെ വളർത്താൻ പൈസയ്ക്കായി ഞാൻ ടിബറ്റിൽ ജോലിക്ക് പോയി. അവിടെ ഒരു ചെറിയൊരു തട്ടുകട തുടങ്ങി. ഒരു രാത്രിയിൽ ഞാൻ പുസ്തകം വായിച്ചിരിക്കുമ്പോ ഒരാൾ എന്റെ കഴുത്തിന് കത്തിവെച്ചു. പണം തരാൻ ആവശ്യപ്പെട്ടു. എനിക്കത് കൊടുക്കാൻ പറ്റുമായിരുന്നില്ല. എന്റെ മോൾക്കു വേണ്ടി ഞാൻ സമ്പാദിച്ച പണമാണ്. പിന്നെ ഞാൻ കാണുന്നത് ചോര ചീറ്റിത്തെറിക്കുന്നതായിരുന്നു. ഒരു ട്രക്ക് ഡ്രൈവറാണ് അന്നെന്നെ രക്ഷപ്പെടുത്തിയത്. മുത്തശ്ശി എന്താ ഈ കഥയൊന്നും പിന്നെ അമ്മയോട് പറയാതിരുന്നേ? അമ്മയ്ക്കപ്പോ മുത്തശ്ശിയോട് സ്നേഹം ഉണ്ടാവുമായിരുന്നല്ലോ. മുത്തശ്ശി പറഞ്ഞു, ഈ കഥ ഞാൻ ആരോടും പറയില്ല. എന്നോടുകൂടെ ഇത് മണ്ണിലലിഞ്ഞില്ലാതാകും. ഇതൊക്കെ അറിഞ്ഞ് അവൾക്കൊരിക്കലും അവൾ എന്നോട് പ്രവർത്തിച്ച കാര്യങ്ങൾ ഓർത്ത് കുറ്റബോധം തോന്നരുത്. അവൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടില്ലേ എനിക്കൊരു രസം ഉണ്ടാവില്ല. നീ ഇപ്പോഴും അമ്മയോട് ദേഷ്യത്തിലാണോ? നീ അവളോട് ദേഷ്യപ്പെടരുതട്ടോ. നല്ലൊരു അമ്മ എങ്ങനായിരിക്കണം എന്നവളെ ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ജീവിതത്തിൽ നിന്നും അവൾക്കത് കിട്ടിയിട്ടില്ല. അവൾക്ക് വേണ്ടി പണം സമ്പാദിക്കാൻ അവൾക്ക് 8 മാസമുള്ളപ്പോ ഞാൻ പോയതാണ്. ഞാൻ തിരികെ വരുമ്പോ അവൾക്ക് 15 വയസ്സായിട്ടുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടപ്പോഴൊന്നും അവളുടെ കൂടെ ഞാനുണ്ടായിരുന്നില്ല. അവൾ ഒരിക്കലും എന്നെ അമ്മയെന്ന് പോലും വിളിച്ചിട്ടില്ല. എനിക്കതിനെ കുറ്റം പറയാനും സാധിക്കില്ല. മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് തോന്നുന്നത് മുത്തശ്ശി വലിയൊരു സ്ത്രീയാണെന്നാണ്, അടിപൊളിയാണെന്നാണ് ചുൻഹെ മുത്തശ്ശിയോടായി പറഞ്ഞു. പിന്നാലെ ചുൻഹെ തന്റെ ഉള്ളിൽ ഒരു ചോദ്യം ചോദിച്ചു. മുത്തശ്ശി, എന്റെ അനിയത്തിക്ക് എന്നെപ്പോലൊരു ചേട്ടനുണ്ടാവുന്നത് ഇഷ്ടമാവുമോ? എന്നെ വേണ്ടാന്നുണ്ടാവുമോ എന്നായിരുന്നു ആ ചോദ്യം. മുത്തശ്ശിയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ഇരുവരും ഉറങ്ങാനായി മുറിയിലേക്ക് പോയി. ആ സമയം മുത്തശ്ശി പറഞ്ഞു, നിനക്കൊരു കൊറിയർ വന്നിരുന്നു. അതതാ അവിടെ ഇരിപ്പുണ്ട്. ചുൻഹെ പോയി ആ കൊറിയർ എന്തെന്ന് നോക്കി. നോർമൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവനെ അഡ്മിഷന് ക്ഷണിച്ചുകൊണ്ടുള്ള ലെറ്റർ ആയിരുന്നു അത്. ചുൻഹയുടെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല.
മുത്തശ്ശിയെ വിളിച്ച് അവൻ ആ സന്തോഷം പങ്കുവെച്ചു. മുത്തശ്ശിയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അന്നവർ അത്രമേൽ സന്തോഷിച്ചിരുന്നു. മുത്തശ്ശിക്ക് രാത്രി ഉറങ്ങാനേ സാധിച്ചില്ല. ചുൻഹെയുടെ ജീവിത വഴികളിലൂടെ, അവൻ കടന്നുപോയ സർജറികളിലൂടെ എല്ലാം മുത്തശ്ശി കണ്ണോടിച്ചു. ഒടുവിൽ ചുൻഹെ അവന്റെ സ്വപ്നത്തിലേക്ക് എത്തിയിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കൊയർ ഗ്രൂപ്പിന്റെ വിദേശ ട്രിപ്പിനുള്ള സമയമായിരുന്നു. അവരെല്ലാവരും എയർപോർട്ടിലെത്തി. അവിടെ വെച്ച് ചുൻഹെ ഒരിക്കൽ കൂടി യായയെ നോക്കിക്കണ്ടു. യായ തിരക്കിലായിരുന്നു. ചുൻഹെ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ആ സമയമാണ് മുത്തശ്ശിക്കൊരു വിവരമെത്തുന്നത്. മുത്തശ്ശിയുടെ പ്രോഗ്രാം ബുക്ക് ചെയ്തിരുന്ന വിദേശത്തുള്ള വ്യക്തി ഒരു തട്ടിപ്പുകാരനായിരുന്നത്രേ. മുത്തശ്ശി കൊയർ മെമ്പേഴ്സിനോട് ക്ഷമ ചോദിച്ചു. അവർക്കാകെ നഷ്ടം വന്നിട്ടുള്ളത് റെയിൽവേ ടിക്കറ്റ് ആണെന്നും അത് താൻ തന്നോളാം എന്നും മുത്തശ്ശി പറഞ്ഞു. ആ സമയം മുത്തശ്ശിക്ക് വീണ്ടും ഒരു കോൾ വന്നു. ആ കോൾ വന്നത് ബസ് കോർപ്പറേഷനിൽ നിന്നുമായിരുന്നു. ലിയുവിനെ അതിഥിയായി അങ്ങോട്ടേക്ക് ക്ഷണിച്ചിരുന്നു. ലിയു ചുൻഹെയുമായി മുത്തശ്ശിയും സംഘവും നേരെ അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ വെച്ച് അവർ ഒരു അനൗൺസ്മെന്റ് നടത്തുകയായിരുന്നു. ചുൻഹെയുടെ മെയിൽ അവർക്ക് കംപ്ലൈന്റ് പ്രകാരം കിട്ടിയിരുന്നല്ലോ. അവർ അതിൽ നടപടിയെടുത്തിരിക്കുന്നു. അന്ന് ചുൻഹെയോട് മോശമായി പ്രവർത്തിച്ച ആ ഡ്രൈവറെ അവർ ട്രെയിനിങ്ങിന് അയച്ചു. മാത്രമല്ല സർവീസ് മെച്ചമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ചുൻഹെ കംപ്ലൈന്റ് ചെയ്തതുകൊണ്ട് മാത്രമായിരുന്നു അത് തങ്ങൾക്ക് സാധിച്ചത് എന്ന് കോർപ്പറേഷൻ ബോർഡ് വ്യക്തമാക്കി. അതൊരു പോസിറ്റീവ് എക്സാമ്പിൾ ആണെന്നും ഇത്തരത്തിലുള്ള യുവാക്കളെയാണ് സമൂഹത്തിന് വേണ്ടത് എന്നും അവർ പറയുന്നുണ്ടായിരുന്നു. ചുൻഹെ പിന്നാലെ മറുപടി പ്രസംഗത്തിനായി ക്ഷണിക്കപ്പെട്ടു. ചുൻഹെ പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എന്റെ കംപ്ലൈന്റിന് ഒരു സൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നെ വിളിപ്പിച്ചത് എന്നറിഞ്ഞിട്ടായിരുന്നില്ല. ഞാൻ ചിന്തിച്ചത് ഇവിടെ ഒരു ഡിബേറ്റ് നടക്കും എന്ന തരത്തിലൊക്കെയായിരുന്നു. എന്റെ കംപ്ലൈന്റിന് എന്തെങ്കിലും പരിഗണന കിട്ടും എന്നുവരെ ഞാൻ ചിന്തിച്ചിരുന്നില്ല. കാരണം എനിക്കിതൊക്കെ അനുഭവങ്ങളാണ്. മുമ്പും ഇതുപോലെ കുറെ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുമുണ്ട്. ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുമുള്ളതാണ്. ഭക്ഷണം കഴിക്കുമ്പോ എനിക്കെപ്പോഴും തൊണ്ടയിൽ കുടുങ്ങും, ശ്വാസം മുട്ടും. അതെന്തൊരു അവസ്ഥയാണെന്ന് നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ അപ്സെറ്റ് ആയിരിക്കില്ല, എനിക്ക് വേദനയും ഉണ്ടാവില്ല. കാരണം അതെനിക്ക് ശീലമാണ്. പക്ഷേ എനിക്കുണ്ടാവുക ഭയമായിരുന്നു. എന്നെ ചുറ്റിപ്പറ്റിയുള്ളവർ, എന്നെ സഹായിക്കുന്നവർ, അവരൊക്കെ ഇല്ലാതായാൽ എന്റെ കാര്യം എന്താകുമെന്ന ഭയം. ഇത്തരത്തിലുള്ള കുഞ്ഞു കാര്യങ്ങൾ പോലും എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യുമെന്ന ഭയം. ഞാൻ എന്റെ മുത്തച്ഛിയോടും പാരന്റ്സിനോടും ഡോക്ടറോടും ഒക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ, എനിക്ക് തന്നെ ഇത് വന്നതെന്ന്. ഒരിക്കലും ഉത്തരം കിട്ടിയിട്ടില്ല. ഒരിക്കലും അതിനുത്തരം കിട്ടാനും പോകുന്നില്ല. ആൾക്കൂട്ടത്തിനിടയിൽ എല്ലാത്തരം തുറച്ചുനോട്ടങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഭയത്തോടെയുള്ള നോട്ടം, അവജ്ഞയോടെയുള്ള നോട്ടം, സിമ്പതിയോടെയുള്ള നോട്ടം. പക്ഷെ വളരെ അപൂർവമായേ നീയും ഞങ്ങളിൽ ഒരാളാണ് എന്ന തരത്തിൽ സ്നേഹത്തോടെയുള്ള നോട്ടം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എന്റെ കൂടെ വന്ന, എന്റെ കൂടെയുള്ള കൊയർ ഗ്രൂപ്പിലെ വൃദ്ധരായ ഈ ജനങ്ങളുണ്ടല്ലോ, അവരാണ് എന്നെ അവരിൽ ഒരാളായി പരിഗണിച്ചത്. ആ നോട്ടം എന്നെ നോക്കിയത്. അവരെ കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ എന്റെ ആളുകളെ കണ്ടെത്തി എന്ന തരത്തിലായിരുന്നു. എനിക്ക് ഒരേ ഒരു കാര്യം എടുത്തു പറയാനുണ്ട്. ഞാൻ എത്ര ചെറുതോ, എത്ര തകർന്നവനോ, എങ്ങനെ തന്നെയാണെങ്കിലും നിങ്ങളേവരും എന്നെ ഞാനായി നോക്കിക്കാണണം എന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങളുടെ സന്തോഷം നിറഞ്ഞ ഈ ലോകത്തിലേക്ക് ഞങ്ങളെയും ഉൾക്കൊള്ളണം. അന്നത്തെ അവന്റെ ആ സംസാരം ഏറെ പ്രശംസ നേടിയിരുന്നു. മുത്തശ്ശിക്കൊപ്പം, കുടുംബത്തിനൊപ്പം ചുൻഹെയുടെ ജീവിതം ഏറെ സന്തോഷത്തിൽ മുമ്പോട്ടു പോയി. കുടുംബം അവനെ അംഗീകരിച്ചു. അനിയത്തി വന്നപ്പോൾ അനിയത്തിയോടൊപ്പവും അവൻ സന്തോഷത്തോടെ സമയം ചെലവഴിച്ചു. ചുൻഹെയ്ക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. മുത്തശ്ശിയോടൊപ്പം ഡ്രൈവ് ചെയ്ത് ഒരിക്കൽ അവൻ ഒരു മലഞ്ചെരുവിലെത്തി. തന്റെ പ്രിയപ്പെട്ട പൂച്ചയുടെ ചിതാഭസ്മം അവൻ അവിടെ നിമഞ്ജനം ചെയ്തു. അവിടെ വെച്ച് അവൻ മുത്തശ്ശിയോട് പറഞ്ഞു, വൈകാതെ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകും. അവിടെ എത്തുമ്പോ മുത്തശ്ശിക്ക് ഞാനൊരു ട്രെയിൻ ടിക്കറ്റ് എടുത്തു തരും. മുത്തശ്ശിയുടെ സ്വപ്നം തേടി ഇഷ്ടമുള്ള ഇടത്തേക്ക് യാത്ര ചെയ്തോളൂ. ഇനി എന്റെ മുന്നോട്ടുള്ള വഴി ഞാൻ ഒറ്റയ്ക്ക് നടന്നു തീർക്കട്ടെ. മുത്തശ്ശിക്ക് സമ്മതമാണോ? സമ്മതം, മുത്തശ്ശി ചിരിയോടെ പറഞ്ഞു. അവരുടെ കണ്ണുകൾ സന്തോഷത്തിൽ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. തന്റെ പ്രിയപ്പെട്ട ചുൻഹെ സ്വന്തം കാലിൽ നിൽക്കാറായിരിക്കുന്നു, സ്വന്തം കാര്യങ്ങൾ നോക്കാറായിരിക്കുന്നു. മുത്തശ്ശിയോടൊപ്പം സന്തോഷത്തോടെ സമയം ചിലവഴിക്കുന്ന ചുൻഹെയുടെ ആ ദൃശ്യങ്ങളോടെ ചുൻഹെയുടെ കവിതകൾ പറഞ്ഞുകൊണ്ട് തന്നെ കഥ അവസാനിക്കുകയാണ്. കഥയുടെ എൻഡ് സീനിൽ ഒരു സീൻ കൂടിയുണ്ട്. അന്ന് ബസ് കോർപ്പറേഷന്റെ മീറ്റിംഗ് നടന്നല്ലോ. അവിടെ വെച്ച് മുത്തശ്ശിയുടെ കൊയർ ഗ്രൂപ്പ് പെർഫോം ചെയ്തിരുന്നു.
ചുൻഹെ മികച്ച രീതിയിൽ ഡ്രം വായിച്ചു. അതേവരുടെയും ജനശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. ബിഗ് വേൾഡ് എന്ന ചലച്ചിത്രത്തിന്റെ രസകരമായ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.